വ്യൂ എപ്പോഴും ഉണ്ടാവും. അതിപ്പം ഫ്രണ്ട്സായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കുറേ പേര് നമ്മുടെ കൂടെ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഉണ്ടാവും. സോ കാര്യം സാമ്പത്തികമാണെന്നുള്ളത് ആണ്. ദാറ്റ് മണി ഈസ് എവറിത്തിങ്. ആസ് യൂഷ്വൽ ഒരാളുടെ ഡിവോഴ്സ് അറിയുമ്പം നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ എന്താ സംഭവിച്ചതെന്ന്. അപ്പം തന്നെ നമ്മൾ അങ്ങ് ജഡ്ജ് ചെയ്യും. അതുപോലെ സോഷ്യൽ മീഡിയ താരങ്ങളായ ജീവയും അപർണയും വേർപിരിഞ്ഞു. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാൻ കാരണം അവരെ രണ്ടുപേരെയും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ജീവയെ. ജീവയുടെ ആങ്കറിങ് ഇഷ്ടമല്ലാത്തവർ ആരും കാണില്ല. എന്നു മുതലേ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ടായിരുന്നു, ഇവർ തമ്മിൽ പിരിഞ്ഞോ എന്ന്. ഇപ്പോൾ അത് സത്യമാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ മനോരമ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കൂ, ജീവയും അപർണയും വേർപിരിഞ്ഞു എന്നാണ് പോസ്റ്റിൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വേർപിരിയലായിരുന്നു അഖിൽ NRDയും മേഘയും വേർപിരിഞ്ഞത്. അത് വേർപിരിയൽ എന്ന് പറയാൻ പറ്റില്ല. മേഘ വേറെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയതാണ്. എന്നാൽ ഇപ്പോൾ ചർച്ച ജീവയും അപർണയുമാണ്. മനോരമ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിനു ശേഷം ജീവ അത് സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കുറച്ച് മാസങ്ങളായി ആരാധകരിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ജീവ ഇത് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കാരണം ഇന്നലെ അപർണയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപർണ ബർത്ത്ഡേയുടെ അന്ന് ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് വന്നായിരുന്നു, നാളെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന്. അതിന് അപർണ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, അതൊക്കെ പണ്ട്. വളരെ പുച്ഛത്തോടെയാണ് അതൊക്കെ പണ്ട് എന്ന് പറഞ്ഞത്. അതോടുകൂടി ആളുകൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി, അവർ വേർപിരിയലിൻ്റെ അടുത്താണ് എന്ന്. അതോടുകൂടി ജീവ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ് എന്ന് ഞാനൊന്ന് വായിക്കാം. എല്ലാവർക്കും ഹലോ. ഇത് പങ്കുവയ്ക്കുക എന്നത് എനിക്ക് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് എൻ്റെ കരിയറിലും സന്തോഷങ്ങളിലും ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിലും അതിനിടയിലുണ്ടായ എല്ലാ കാര്യങ്ങളിലും നിങ്ങളിൽ പലരും എൻ്റെ യാത്രയുടെ ഭാഗമായിരുന്നതിനാൽ ഇത് എന്നിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുവാൻ നിങ്ങൾ അർഹരാണെന്ന് ഞാൻ കരുതുന്നു. ഒരു ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഞങ്ങളെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇനി മുതൽ അത് ഞങ്ങൾ അല്ല, ജീവയും അപർണയുമാണ്. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയുകയാണ്. എവിടെയോ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു. ഇനി മുന്നോട്ട് പോകില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ഇപ്പോൾ ഉൾക്കൊള്ളുന്നു. അതിനാൽ ഞങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പിന്നിലെ കാരണം തികച്ചും വ്യക്തിപരമാണ്. ഞങ്ങൾ എടുത്തതുപോലെ തന്നെ നിങ്ങളും ഈ തീരുമാനത്തെ വളരെ പക്വതയോടുകൂടി തന്നെ ഉൾക്കൊള്ളുമെന്ന് കരുതുന്നു. ഇത് തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുമെന്നും മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എപ്പോഴും പറയാറുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി എന്നാണ് ജീവയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഉള്ളത്. വളരെ മാന്യമായിട്ടുള്ളൊരു പോസ്റ്റാണ് ജീവ ഇട്ടിരിക്കുന്നത്. എന്നാൽ അപർണ തൻ്റെ ബർത്ത്ഡേ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റിനെ അപർണ നൽകിയിരിക്കുന്ന റിപ്ലൈ ഇത്തിരി അഹങ്കാരവും പുച്ഛവും ഉള്ളതുപോലെയാണ്. അല്ലെങ്കിലും അപർണ ഒരു അഹങ്കാരിയാണെന്ന് പ്രേക്ഷകർ പലപ്പോഴും പറയാറുണ്ട്. വളരെ ഓവറാണ് അപർണയുടെ സംസാരം. അങ്ങനത്തെ കുറേ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവ അപർണ എന്നായിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇപ്പോൾ അത് മാറ്റി അപർണ തോമസ് എന്നാക്കി. അതുപോലെ തന്നെ അപർണ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ജീവയുടെ ഫോട്ടോസും എടുത്ത് കളഞ്ഞു, അൺഫോളോയും ചെയ്തു.
പണത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, പണമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപർണ. ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. 11 വർഷത്തെ ദാമ്പത്യമാണ് ഇരുവരും വേണ്ട എന്ന് വെച്ചത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരുത്തരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവരുടെ റീലിലും വീഡിയോസിലും ഒന്നും കാണുന്നതല്ല യാഥാർത്ഥ്യം. എല്ലാം ഫേക്കാണ്. ക്യാമറ ഓൺ ആക്കുമ്പോൾ കാണിക്കുന്ന സ്നേഹവും കാര്യവും ഒക്കെ ഉള്ളൂ. ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ എല്ലാ സ്നേഹവും തീരും. ക്യാഷാണല്ലോ മുഖ്യം. ക്യാഷ് കിട്ടാൻ വേണ്ടി എന്തും കാണിക്കും, സ്നേഹവും അഭിനയിക്കും. അതൊക്കെ എത്ര നാൾ മുന്നോട്ട് പോകാനാണ്? ഒരു നാൾ ഇതുപോലെ പൊട്ടി താറുമാറാകും. അപർണ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ ഒരു ദാമ്പത്യവും ഡിവോഴ്സിലേക്ക് പോകില്ല എന്നാണ്. അപ്പോൾ ഇവർ പിരിയാൻ കാരണം ആ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പെറൻസിയും ഇപ്പോൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? ജീവയ്ക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സുകളുണ്ട്. മറ്റേതെങ്കിലും ഭാര്യമാരായിരുന്നെങ്കിൽ സംശയിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സംശയമില്ലെന്നാണ് അപർണ പറയുന്നത്. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ വേർപിരിഞ്ഞേനെ എന്നുകൂടി പറയുന്നു. അത് ഇപ്പോഴുള്ള ഇൻ്റർവ്യൂവിലല്ല, പഴയ ഇൻ്റർവ്യൂ ആണ്. അത് നമുക്കൊന്ന് കാണാം. എന്തുകൊണ്ടായിരിക്കും അവർ ഡിവോഴ്സ് ആയേ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ആസ് യൂഷ്വൽ ഒരാളുടെ ഡിവോഴ്സ് അറിയുമ്പം നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ എന്താ സംഭവിച്ചതെന്ന്. അപ്പം തന്നെ നമ്മൾ അങ്ങ് ജഡ്ജ് ചെയ്യും. അതുപോലെ ഒരു ശരാശരി ഒരു മനുഷ്യനെ പോലെ ഞാനും മനസ്സിൽ വിചാരിച്ചു, ഓക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ട്രസ്റ്റ് ചീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയോ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. വിച്ച് മീൻസ് ഈ പറയുന്ന ഫാക്ടേഴ്സ്, നമ്മൾ ഈ ചിന്തിക്കുന്ന എല്ലാ ഫാക്ടേഴ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. Trust is super important. You should understand your partner, understand all the needs, physical needs, എന്താ പറയുക, mentally ആൾ ഓക്കെ ആണോ, എവറിത്തിങ് your partner and you has to be on the same page. അല്ലാന്നുണ്ടെങ്കിൽ ഈസിയാണ്. ഇന്ന് ഡിവോഴ്സൊക്കെ സംഭവിക്കാൻ ഇങ്ങനെ അത് മതി അല്ലേ? ഇപ്പം ഞാൻ ജീവൻ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറേ പേരുണ്ട്. അപ്പോൾ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ, ഓക്കെ വെട്ടൊന്ന് മുറി രണ്ട്, അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ആയനെ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത്, I won't say adjustment, I won't say sacrifice, because that two terms are bullshit in your relation. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ, just like he said, transparency is very 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 important. Super important. It is your partner, it is your like you are a couple, you should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന്? അതുപോലെ പണമാണ് എല്ലാം. പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും. പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നുമില്ല എന്നാണ് അപർണ പറയുന്നത്. money, there will be lot of people around you, behind you, with you, എപ്പോഴും ഉണ്ടാവും. അതിപ്പം ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കുറേ പേര് നമ്മുടെ കൂടെ, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഉണ്ടാവും. സോ കാര്യം സാമ്പത്തികമാണെന്നുള്ളത് ആണ്. ദാറ്റ് മണി ഈസ് എവറിത്തിങ്. ഇറ്റ് ഈസ്, അത് കുറേ പേര് ചിലപ്പം റിജക്റ്റ് ചെയ്യും. ദേ വിൽ ബി ലൈക്ക് മണി കാൺട്ട് ബൈ യു ഹാപ്പിനെസ്. ഐ ഹവ് ഹേർഡ് ദാറ്റ് മണി കാൺട്ട് ബൈ യു ഹാപ്പിനെസ്, ആൻഡ് ഐ എം കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ഇറ്റ്. മണി വിൽ ഗെറ്റ് യു ഹാപ്പിനെസ്. മണി ക്യാൻ ആക്ച്വലി ബൈ ഹാപ്പിനെസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. പൈസ കൊണ്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷേ പൈസ കൊണ്ട് നമുക്ക് സമാധാനം കിട്ടണമെന്നില്ല. പണമുള്ളവർ വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ടെൻഷനിലായിരിക്കും അവർ. അതിനുള്ള വഴികൾ ആലോചിച്ചും അത് നേടിയെടുക്കാൻ കുറ്റകൃത്യങ്ങൾ ചെയ്തും അവരുടെ സമാധാനം പോകും. പിന്നെ സമാധാനമായി ഉറങ്ങാൻ പറ്റുമോ? ഉണ്ടാക്കിയ ഈ പണം കൊണ്ട് സമാധാനപരമായ ഉറക്കത്തെ മേടിക്കാൻ പറ്റുമോ? ക്യാഷ് കൊടുത്ത് എന്തും വാങ്ങാം എന്നായിരുന്നെങ്കിൽ ക്യാഷ് കൊടുത്ത് ജീവയുടെ സ്നേഹം മേടിച്ചൂടായിരുന്നു. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ എല്ലാമായി എന്നും എല്ലാം നേടിയെന്നും എല്ലാം നേടാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ സൈബർ ആക്രമണമാണ് അപർണയ്ക്ക് വരുന്നത്. ജീവയെ ആരും മോശമൊന്നും പറയുന്നില്ല.
അപർണയുടെ സംസാരമാണ് ഇതിനെല്ലാം കാരണം. അതുപോലെ ഇതിനു മുമ്പ് ഒരുപാട് സൈബർ ആക്രമണം നേരിട്ടത് ഗ്ലാമർ ഫോട്ടോഷൂട്ട് നടത്തിയപ്പോഴായിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ കണ്ടാൽ സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അപർണയോട് ഒരിഷ്ടമുണ്ടായിരുന്നത് ജീവയുടെ വൈഫായിരുന്നത് കൊണ്ടാണ്. കാരണം ജീവയെ മലയാളികൾക്ക് അത്രയ്ക്കിഷ്ടമാണ്. ഇനി ആ ഒരിഷ്ടം അപർണയോട് ഉണ്ടാകുമോ എന്നറിയില്ല. അല്ല, പണം കൊടുത്താൽ എല്ലാം മേടിക്കാം കിട്ടുമെന്ന് പറഞ്ഞ ആളല്ലേ, അപ്പോൾ ക്യാഷ് കൊടുത്ത് ആളുകളുടെ സ്നേഹം മേടിക്കട്ടെ അല്ലേ? അതുപോലെ അപർണയുടെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന മറ്റൊരു കമൻ്റാണ്, സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുന്നതും പണമുണ്ടാക്കുന്നതും നല്ലതാണ്, പക്ഷേ പണം നേടിക്കഴിഞ്ഞാൽ പുരുഷന്മാരെ സ്ത്രീകളുടെ കാൽക്കീഴിലാക്കാൻ ശ്രമിക്കരുത് എന്ന്. സത്യമല്ലേ? വളരെ കറക്റ്റായിട്ടുള്ള ഒരു കമൻ്റാണത്. ചില സ്ത്രീകൾക്ക് പണമായി കഴിഞ്ഞാൽ എല്ലാം നേടി എന്നാണ് അഹങ്കാരം. എല്ലാവരെയും തൻ്റെ കാൽച്ചുവട്ടിലാക്കാൻ നോക്കും. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഈ പണം എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നെ കാണാം.